Welcome to Tiffany's Kitchen. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്നൊരു ക്ലീനിങ് ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ അലുമിനിയം പാത്രത്തിൻ്റെ അടിവശത്തൊക്കെ ഇതുപോലെ കോപ്പറിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ള പാത്രങ്ങളുണ്ടാവും. അപ്പോൾ ആ പാത്രം ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ഈസി ടിപ്പാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് പാത്രമാണ് ഇവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അല്പം പൊടിയുപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടിയുപ്പ് നമുക്ക് ഈ പാത്രത്തിൻ്റെ ഈ വശത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലെമണിൻ്റെ ഹാഫ് പീസാണ് വേണ്ടത്, അതെടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്കതൊന്ന് ഉരച്ചു കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ജ്യൂസ് ഒന്ന് പുറത്ത് വരുന്ന വിധത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ജ്യൂസും ഈ ഒരു ഉപ്പും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ച് വരുമ്പോഴത്തേനും തന്നെ കണ്ടോ നല്ലതായിട്ട് ക്ലീനായി വന്നിട്ട് ആ ഒരു നമ്മൾ വാങ്ങുമ്പോഴുള്ള ആ ഒരു ഷെയ്ഡിൽ തന്നെ കോപ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചു കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് കുറേ ടൈം എടുത്ത് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു ലെമൺ ജ്യൂസ് ഇതിൽ തട്ടുന്ന സമയത്ത് തന്നെ, പിന്നെ അതുപോലെ തന്നെ സോൾട്ടൊക്കെ തട്ടുന്ന സമയത്ത് തന്നെ വളരെ ക്ലീനായിട്ട് നമുക്കത് കിട്ടും. പിന്നെ ചില ഭാഗത്തൊക്കെ കുറച്ചധികം കരി പിടിച്ച ആ ഒരു ഭാഗം മാത്രമേ നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഉരച്ചെടുക്കേണ്ടി വരുള്ളൂ. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ആ കറയൊക്കെ പോയി ആ കരിയൊക്കെ പോയിട്ട് നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ കുറച്ചധികം കരി പിടിച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഒന്ന് മറ്റിടത്തൊക്കെ ഉരച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സോപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ലെമൺ ജ്യൂസും ഈ ഒരു ഉപ്പും മാത്രം മതി. അത് വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി ഞാൻ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. സൈഡിലൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ലെമണിൻ്റെ പീസ് ഓടിക്കുമ്പോഴത്തേന് തന്നെ വൃത്തിയായി വരുന്നത് കാണുന്നില്ലേ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇത് കുറച്ചധികം കരി പിടിച്ചിട്ടുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം കൂടെ ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അധികം കരി പിടിച്ചെങ്കിൽ കൂടി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു സെയിം ലെമണിൻ്റെ പീസ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലതായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു പാത്രവും നല്ലതായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ആ പാത്രങ്ങളൊക്കെ നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്, അതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ. ഇതുപോലുള്ള പാത്രങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരി പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴെന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും, നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കിച്ചൺ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ട് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കിച്ചൺ ടിപ്സിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് പോയിട്ട് കാണുക. അറിയാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.